ഞാന് കർത്താവിന്റെ ദാസി പറഞ്ഞു വിട്ട് ഞാൻ അമേരിക്കയില് ഫിലഡൽഫിയ സിറ്റിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ആം, ഞാൻ ആദ്യമായിട്ടാ ഈ പ്രെയർ ലൈനിൽ കേറുന്നേ. സോ എനിക്കിതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അത്ര കാര്യമായിട്ട് അറിയത്തില്ല. എന്നാലും ആമേൻ സ്തോത്രം. ആം, കർത്താവിന്റെ ഹിതപ്രകാരം ഒരു കാര്യം നടക്കുമ്പം ആമേൻ കർത്താവ് സകലതും ചന്തവും ഉചിതവുമായിട്ട് ചെയ്യുവാൻ പോകുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ആമേൻ. ആം, ഞാൻ ഈ പ്രെയർ ലൈനിൽ ഇപ്പം വരുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ മദർ നിങ്ങളുടെ ഈ പ്രെയർ ലൈനിൽ എപ്പോഴും കയറുന്ന ഗ്രേസി അമ്മാമ്മ എന്ന പേര്, ഞാൻ മമ്മി എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരത്തി ഡാലസിലായിരുന്നു, ഇപ്പം ഫിലഡൽഫിയയിലോട്ട് മൂവ് ചെയ്തു. മൂത്ത മോള് മമ്മിയുടെ മൂത്ത മോൾ എൻ്റെ ചേട്ടത്തിയാ. അങ്ങനെയാണ് എനിക്ക് ഇതിനോട്ട് ഇൻവിറ്റേഷൻ വന്നത്. ആമേൻ. ആം, ഞാൻ വിചാരിക്കുന്ന നാട്ടിൽ നിന്നും ഇവിടുന്നും ഒക്കെയുള്ള ആൾക്കാര് ഈ പ്രെയർ ലൈനിൽ കൂടി വന്നിട്ടുണ്ടെന്നാ. ആമേൻ. ഉം, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആമേൻ സ്തോത്രം. ഞാനിവിടെ ഞാൻ വിവാഹിതയാണ്. എനിക്ക് ഹസ്ബൻഡും എൻ്റെ 3 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങള് ഇവിടെ ഫിലഡൽഫിയയില് ഇന്ത്യ പെൻഡകോസ്റ്റൽ ചർച്ച് ഞങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് നാട്ടിലുള്ളവർക്ക് പകൽക്കാലമായിരിക്കുന്നല്ലോ. ആമേൻ. ഇന്ന് പകൽക്കാലം സ്തോത്രം. ദൈവശബ്ദം കേൾപ്പിക്കുവാൻ ആമേൻ സ്തോത്രം. ഹാലേലുയ. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള വചനങ്ങൾ മാത്രം അടിയട്ടിയുടെ വായിൽ നിന്ന് വരുവാനായിട്ട് ആമേൻ കർത്താവിന്റെ കൃപ കൂടെ ഉണ്ടായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം. എൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പം ആമേൻ സ്തോത്രം ചിലരിൽ നിന്നൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു സാക്ഷ്യമായിരിക്കും. ആമേൻ. ഒരു രോഗശാന്തിയുടെ ഒരു സാക്ഷ്യം ആയിട്ടല്ല എൻ്റെ ഒരു സാക്ഷ്യം. ആമേൻ സ്തോത്രം. ഞാന് നാട്ടിൽ ജനിച്ചു വളർന്നതാണ്. ആമേൻ. എൻ്റെ പേരൻസ് ഇവിടെ എനിക്ക് 3 വയസ്സുള്ളപ്പം അമേരിക്കയിൽ വന്നതാണ്. ആമേൻ. ആം, ഞാന് എൻ്റെ 3ാമത്തെ വയസ്സിൽ എൻ്റെ പപ്പ ആദ്യമേ ഇവിടോട്ട് കടന്നു വന്നു. ആദ്യമേ ഇവിടെ വരുമ്പം എല്ലാം സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ട് എൻ്റെ മമ്മിയെ കൊണ്ടുവരാനായിട്ടാണ് പപ്പ തീരുമാനിച്ചേ. അങ്ങനെ ആം, അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്കും പപ്പയ്ക്ക് മനസ്സിലായി ഒരാൾ മാത്രം ഈ രാജ്യത്ത് ജോലി ചെയ്താൽ നടക്കത്തില്ല എന്ന് കണ്ടപ്പം മമ്മിയെ കൂടെ കയറ്റിക്കൊണ്ട് ഇവിടോട്ട് വന്നു. എല്ലാം ശരിയായിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിരുന്ന അവര് അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് എന്നെ കൊണ്ടുവരാനായിട്ടുള്ള ഇന്റർവ്യൂവിന് ഞാൻ അമേരിക്കൻ എംബസിയിൽ പോയപ്പം എൻ്റെ അമ്മച്ചിയാ എന്നെ കൊണ്ടുപോയത്. അങ്ങനെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മച്ചി എന്തോ ഒരു ഡേറ്റ് തെറ്റിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കന്ന് എനിക്ക് വിസ കിട്ടിയില്ല. ആം, അന്ന് അത് ഡിനൈഡ് ആയി. ഒരു അമ്മച്ചിക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു ഡേറ്റും റെക്കോർഡ്സിലുള്ള ഡേറ്റും തമ്മിൽ ഒട്ടും മാച്ചിങ് അല്ല, അതുകൊണ്ട് മോളെ കയറ്റിവിടാൻ പറ്റത്തില്ല എന്ന്. ആമേൻ സ്തോത്രം. അത് എനിക്ക് അന്നേരം 3-3.5 വയസ്സായി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. 4 വയസ്സോളം ആയിട്ടുണ്ടായിരിക്കും. അത് വളരെ ഭാരമായി തീർന്നു. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞപ്പം 6-7 പ്രാവശ്യം ഞാന് പലപ്പോഴായിട്ട് അമേരിക്കൻ എംബസിയിൽ എൻ്റെ പിതാവ് നാട്ടിൽ വന്ന് എൻ്റെ മാതാവ് നാട്ടിലൊക്കെ വന്ന് ഞങ്ങൾ പലപ്പോഴായിട്ട് അമേരിക്കൻ എംബസി പോയിട്ടൊന്നും എനിക്ക് ഒരു വിസ കിട്ടിയില്ല. അന്നേരം എൻ്റെ പപ്പയുടെ ഫാമിലി എല്ലാവരും, എൻ്റെ ഫാമിലി മൊത്തം അമേരിക്കയിലായപ്പം ഞാൻ മാത്രം അമ്മച്ചിയുടെ കൂടെ നാട്ടിലായിരുന്നു. ആ 3ാമത്തെ വയസ്സ് തൊട്ട് എന്നെ അവര് ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. ആമേൻ. ആമേൻ. മാതാവിന്റെയും പിതാവിന്റെയും കൂടെ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ ബോർഡിംഗ് സ്കൂളിലൊക്കെ ചേർക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഓർത്ത് നോക്കാനുള്ളതേ ഉള്ളായിരിക്കും. ആമേൻ. 4ഉം 5ഉം വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വേറെ ആൾക്കാർ എന്നെ നോക്കുകയും എടുക്കുകയും എൻ്റെ
മാതാവിനും പിതാവിനും ഒക്കെ ഇവിടെ ആയിരുന്നാലും അവർക്ക് യാതൊരു സമാധാനവും സന്തോഷവും ഒന്നുമില്ല ഈ രാജ്യത്തിലുണ്ട് എന്നേ ഉള്ളൂ. എൻ്റെ മമ്മി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കല്യാണത്തിന് ഇൻവിറ്റേഷൻ വന്നാൽ പോലും എൻ്റെ മാതാവ് അതിന് പോകത്തില്ല. ബിക്കോസ് എൻ്റെ മമ്മിക്ക് മനസ്സ് മൊത്തം എൻ്റെ കുഞ്ഞ് നാട്ടിലാണല്ലോ. അങ്ങനെയുള്ളപ്പം എങ്ങനെയാ ഞാനിവിടെ സന്തോഷിക്കുന്നത് എന്നുള്ള ഒരവസ്ഥ. പിന്നെ എല്ലാവരും ഈ രാജ്യത്തിൽ വെളി രാജ്യങ്ങളിലൊക്കെ പോകുന്ന അവരവരുടെ വെൽബീയിങ്ങിന് വേണ്ടി പൈസ ഉണ്ടാക്കി ഒരു നല്ല ജീവിതം എന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ള രീതിയിൽ അവരിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ആമേൻ. എൻ്റെ വയസ്സ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു ടീനേജറൊക്കെ ആയപ്പോഴത്തേക്കിനും ആമേൻ ഇപ്പം ആ സമയങ്ങളിലെല്ലാം എൻ്റെ പേരൻസ് എല്ലാ വർഷം അല്ലെങ്കിൽ എവറി അതർ ഇയർ നാട്ടിൽ വരുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം. ഞാൻ അവരോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്നെ കള്ളത്തരത്തിലല്ലേ എന്നെ കൊണ്ടുപോകാതിരിക്കുന്നത്, നിങ്ങൾക്ക് എന്നെ ഈ പെട്ടിക്കകത്ത് വെച്ചെങ്കിലും എന്നെ കൊണ്ടുപോവല്ലോ എന്ന് ഞാൻ ചോദിച്ച ഓരോ ദിവസങ്ങളും ഞാൻ ഓർക്കുന്നു. ആമേൻ, സ്തോത്രം. എന്നാല് എനിക്കൊരു അറിവായ നാള് തൊട്ട് ആമേൻ ഞാൻ ദൈവത്തോടുള്ള എൻ്റെ ഒരു സ്നേഹം ഒരു വളരെ സ്പെഷ്യൽ ആയിരുന്നു. ആമേൻ. ഞാനൊരു ബെന്തിക്കോസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത്. ആമേൻ. എൻ്റെ അമ്മച്ചി എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അമ്മച്ചിമാരും പിന്നെ ഫാമിലി എല്ലാം കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നതും എല്ലാം കണ്ടാണ് ഞാൻ വളർന്നത്. ആമേൻ. അന്നേരം ദൈവത്തോടുള്ള ഒരു വലിയൊരു സ്നേഹം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ 5-ാമത്തെ വയസ്സിൽ ഒരു പൈതലിന് എങ്ങനെ ദൈവത്തെ അറിയാമോ അതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്കുണ്ടായിരുന്നു. ആമേൻ. കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേറെ ആരുമില്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ആം, ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുമെങ്കിലും ഞാൻ ഇന്ന് വളരെ താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആമേൻ. അതാണ് എൻ്റെ സാക്ഷ്യം. ആമേൻ. കാരണം അപ്പനും അമ്മയും അടുത്തില്ലാത്ത സ്ഥാനത്തും ദൈവം എന്നെ കൂട്ടിച്ചേർത്ത്. ആമേൻ. എൻ്റെ 4-ാമത്തെ വയസ്സിലും എൻ്റെ 5-ാമത്തെ വയസ്സിലും വളരെ കുഞ്ഞു പ്രായമായപ്പോൾ തന്നെ ദൈവം എന്നോട് കൂട്ടിച്ചേർത്ത് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. അന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ദൈവമാ സംസാരിക്കുന്നത്. എനിവേ എൻ്റെ പേരൻസ് വിളിക്കും, പറയും. ഇതെല്ലാം പോയി ഒരു ടീനേജ് ലൈഫ് ആയപ്പോഴത്തേക്കും എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ അമ്മച്ചി എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മമ്മ പ്രഗ്നൻ്റ് ആയി. അമ്മച്ചിയെയും അമേരിക്കയിലോട്ട് കൊണ്ടുവന്നു കുഞ്ഞിനെ നോക്കാനൊക്കെ ഹെൽപ്പ് വേണ്ടതുകൊണ്ട്. അപ്പം പിന്നെ ഒന്നുകൂടെ എനിക്കൊരു ലോൺലി ഫീലിംഗ് ആയി. ടീനേജ് ലൈഫൊക്കെ ആയപ്പോഴത്തേക്കിനും എൻ്റെ മാതാപിതാക്കൾ എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആമേൻ. കാരണം എനിക്ക് എൻ്റെ ചോദ്യം, ഞാൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എൻ്റെ ഒരു ടീനേജ് ലൈഫ് ആയപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീ എന്ന ദൈവമാ? ആമേൻ. നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന 2 പിള്ളാര്, അതിൽ ഒരു കൊച്ചിനെ മാത്രം നീ അവോയ്ഡ് ചെയ്ത് ആമേൻ നീ നാട്ടിലാക്കി. എന്നിട്ട് ഒരു കൊച്ചിനെ നീ എൻ്റെ അമ്മയുടെ കൂടെ നിർത്തി. ആമേൻ. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ച ഒരുപാട് രാത്രികളുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ എൻ്റെ പേരൻസിനെ ഞാൻ ബ്ലെയിം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യത്തില്ല. ബിക്കോസ് അതൊക്കെ നടന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്തോ ആണെന്ന് ദൈവം എന്നെ മനസ്സിലാക്കി തന്നിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ പേരൻസ് ഫോൺ ചെയ്യുമ്പം ഞാൻ പറയും, എൻ്റെ ബോർഡിംഗ് സ്റ്റാഫിനോട് ഞാൻ പറയും എനിക്ക് മിണ്ടണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ പേരൻസിനോട് മിണ്ടാതെ ഫോൺ കോൾ അവോയ്ഡ് ചെയ്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. എൻ്റെ അമ്മച്ചി എന്നെ വിളിക്കാൻ സെക്കൻഡ് സാറ്റർഡേ ബോർഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്മച്ചിയുടെ കൂടെ പോകത്തില്ല. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് അതിനേക്കാളും വലുത്. ഞാൻ ബോർഡിങ്ങിൽ തന്നെ നിൽക്കും, ഞാൻ വരുന്നില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ദൈവത്തോടും മനുഷ്യനോടും, ആമേൻ, മനുഷ്യനോടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരോടും എനിക്ക് ഭയങ്കര ഒരു അകൽച്ച എൻ്റെ ഹൃദയം കൊണ്ടുണ്ടായി. ഞാൻ വെളിയിൽ അത് കാണിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഹൃദയം കൊണ്ട് എനിക്ക് വല്ലാത്തൊരു അകൽച്ച ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇങ്ങനത്തെ ഒരു ലൈഫാണെങ്കിൽ എന്തിനാ എന്നെ ജനിപ്പിച്ചേ? ആമേൻ. ഒരു കാരണവുമില്ലാതെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ സ്നേഹം കിട്ടി വേണം വളരാൻ. ആമേൻ. ഒരു പെങ്കൊച്ചാണ് ഞാൻ. എനിക്ക് എൻ്റെ പ്രായപൂർത്തിയായ സമയത്തൊക്കെ എനിക്ക് പറഞ്ഞു തരാനും ഒന്നും എൻ്റെ അമ്മയ്ക്ക് പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിൽ എനിക്കൊരു സംശയം, നിങ്ങൾ എത്ര പേർക്ക് പെൺകുഞ്ഞുങ്ങളുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. നിങ്ങൾക്കറിയാം,
ഒരു പെൺകുഞ്ഞിന് ഒരു അമ്മയുടെ സാന്നിധ്യം ഏതൊക്കെ അവസ്ഥയിൽ വേണം, എപ്പോഴൊക്കെ വേണം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എനിക്ക് തരാനില്ലെങ്കിൽ നീ എന്നെ ജനിപ്പിച്ച എന്തിനാ? ഇത് നീ എന്നോട് ചെയ്യുന്ന വലിയൊരു തെറ്റല്ലേ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ ചോദിച്ചു. കുറേ നാളുകൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു പോയപ്പോഴും ആ സമയത്ത് ഞാൻ ഓർത്തഡോക്സ് ഹോസ്റ്റലിലാണ്, സ്കൂളിലാണ് ഞാൻ പഠിച്ചേ. അന്നേരം ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി. ആമേൻ. പെന്റക്കോസ്റ്റ് ലൈഫ് ഉണ്ടെങ്കിൽ ഞാൻ അവർ ഫോഴ്സ് ചെയ്ത് ആദ്യമേ പള്ളിയിലൊക്കെ കൊണ്ടുവന്ന്, പിന്നെ എനിക്ക് ഇൻട്രസ്റ്റോടെ ഞാൻ പള്ളിയിൽ തന്നെ പോവായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിലും രാത്രിയിലൊക്കെ ഞാൻ ദൈവശബ്ദം കേൾക്കുമായിരുന്നു. ആമേൻ. അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്നും നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയിരിക്കുന്ന എന്തിനാണെന്നും മനസ്സിലാക്കാൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു പെൻസിൽ വേണമെങ്കിൽ പോലും എൻ്റെ പേരൻസ് എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്താ എന്നെ വളർത്തി. എനിക്കൊന്നിനും കുറവില്ലാതെ എന്നെ വളർത്തി. എനിക്ക് എന്തൊക്കെ ഈ ഒരു ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ള പ്രൊവിഡൻസസ് ഉണ്ടോ അതെല്ലാം തന്ന് എന്നെ വളർത്തിയത്. എന്നാലും ഞാനൊന്നും അവരോട് ആവശ്യപ്പെടത്തില്ലായിരുന്നു. കാരണം എനിക്ക് അവരോട് ദേഷ്യമായിരുന്നു. അതിന് പകരം, ആമേൻ സ്തോത്രം, ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ ദൈവത്തോടായിരുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയും, യേശുപ്പച്ചാ എനിക്ക് പെൻസിലില്ല, എനിക്ക് ഐ നീഡ് ഇറ്റ്, എനിക്കത് വേണം എന്ന് പറയുമ്പോൾ എവിടുന്നാ എനിക്ക് പെൻസിൽ പിറ്റേ ദിവസം വരുന്നതെന്ന് അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ പപ്പയോടും പറഞ്ഞിട്ടില്ല, മമ്മിയോടും അമ്മച്ചിയോടും ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പെൻസിൽ കിട്ടും. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ 12th ഗ്രേഡിലായപ്പം എനിക്കൊരു സയൻറ്റിഫിക് 10th എന്തോന്ന് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം. അമ്മേൻ, ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ എൻ്റെ പേരൻസിനോട് അത് പറഞ്ഞില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് അത് കിട്ടിയേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ബയോളജി എടുത്തേക്കുന്ന, എനിക്ക് കാൽക്കുലേറ്റർ വേണം. ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേരൻസിനോട് പറയത്തില്ല, പക്ഷേ എനിക്ക് കാൽക്കുലേറ്റർ വേണം. അങ്ങനെ ദൈവം എന്നെ ഓരോ കാര്യങ്ങൾക്കും, ആമേൻ, ഒരു പെൻസിൽ തൊട്ട് ഒരു റബ്ബർ തൊട്ട്, ആമേൻ, ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ വരെ, ആമേൻ, ഞാൻ ദൈവത്തോട് എന്നെ കൊണ്ട് ആദ്യം ചോദിച്ച് ചോദിച്ച് എന്നെ പഠിപ്പിച്ചു. നമ്മളൊക്കെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ, കുഞ്ഞിലേ ചെയ്ത് പഠിച്ചാലേ വലുതാകുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്. ആമേൻ സ്തോത്രം. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് എന്നെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് എൻ്റെ യേശുപ്പച്ചനോട് സംസാരിച്ച് സംസാരിച്ച് എന്നെ ദൈവം പഠിപ്പിച്ചു. പക്ഷെ എനിക്കെല്ലാം തന്നു. ഒന്നിനും കുറവില്ലാതെ ദൈവം എന്നെ നടത്തി. ആമേൻ. അങ്ങനെ ഞാന് ആ ഏജൊക്കെ കഴിഞ്ഞ് ഞാന് നഴ്സിങ്ങിന് പോയപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് എൻ്റെ പേരൻസിന് വരാൻ പറ്റത്തില്ല. കാരണം എപ്പളും എപ്പളും അമേരിക്കയിൽ നിന്ന് വരുന്ന ഭയങ്കര ചെലവുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ അമ്മച്ചിക്ക് ഒന്നും അറിയത്തില്ല. എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ വന്നു. അന്ന് ഞാൻ പറഞ്ഞു, യേശുപ്പച്ചാ ഞാൻ പോവാ, എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരാനില്ല, എന്നെ ഗൈഡ് ചെയ്യണം. എനിക്ക് നല്ല ഒരിടത്ത് അഡ്മിഷൻ തന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ ഞാൻ നഴ്സിംഗ് കോളേജിൽ വെച്ച് ഞാൻ എന്നെ തന്നെ ആം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അറിയാതെ തന്നെ ഞാൻ എന്നെ സമർപ്പിച്ച ദിവസങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇന്ന് ഈ സാക്ഷ്യം പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒന്ന് തോന്നിപ്പോകാമായിരിക്കും. എന്നാലും ദൈവം ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ സ്തോത്രം, ഒന്ന് ഓർത്തു നോക്കിക്കേ. എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും, പപ്പ എന്നെ ആദ്യമേ തന്നെ കൊണ്ടുവരായിരുന്നു. ഈ ഇന്റർവ്യൂ എൻ്റെ അമ്മച്ചിയുടെ കൂടെ പോകേണ്ട യാതൊരു ആവശ്യവും ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇമിഗ്രേഷന് വേണ്ടിയിട്ട് വിളിച്ചത്. ആമേൻ. പക്ഷേ അന്ന് ദൈവം എൻ്റെ സിറ്റുവേഷൻസിനെ മാറ്റി, എൻ്റെ പിതാവിൻ്റെ ചിന്താഗതിയെ മാറ്റി, എൻ്റെ മാതാവിൻ്റെ ചിന്താഗതിയെ മാറ്റി, എന്നെ ഒറ്റയ്ക്ക്, എനിക്ക് ആരും അവിടെ ഇല്ലാതെ എന്നെ ഒറ്റയ്ക്ക്, എൻ്റെ അമ്മാച്ചനും എൻ്റെ അമ്മച്ചിയും അങ്ങനെ എന്നെ വളർത്തിയത്. പപ്പയുടെ ഒരു മൂത്ത സിസ്റ്റർ ഉണ്ട്. അങ്ങനെ അല്ലാതെ എൻ്റെ കസിൻസോ ആരും ഇല്ലാതെ ഞാൻ അവിടെ വളർന്നപ്പം ദൈവത്തിന് ഒരു വ്യക്തിയെ, ആമേൻ, ആവശ്യമുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സിറ്റുവേഷൻസിൽ കൂടെ ആ വ്യക്തിയെ കടത്തി വിടണോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, അതിൽ കൂടെ എല്ലാം ദൈവം കടത്തി വിട്ടിട്ട് ഒരു പൊന്നാക്കി വെളിയിലോട്ട് കൊണ്ടുവരും. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു, നീ നിന്റെ അപ്പനെ അമ്മയെ അല്ല ആശ്രയിക്കണ്ടേ, നീ കുഞ്ഞിലെ തൊട്ട് എന്നോട് സംസാരിച്ച് പഠിക്ക്. ആമേൻ. അതായിരുന്നു ദൈവത്തിന്റെ ഒരു ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് തന്നെ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം എന്നുള്ള പ്രതീക്ഷയിൽ പപ്പ, ഞാൻ 4th ഇയർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ആമേൻ സ്തോത്രം. അങ്ങനെ
ഇവിടെ എനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഇന്ന് തന്നു. ഇന്ന് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് താമസിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ, ഒരു നിങ്ങളുടെ മക്കള് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഹാലലി, ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ നടക്കുന്നതായിരിക്കത്തില്ല വേറൊരു കുഞ്ഞിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ആമേൻ, സ്തോത്രം. ഒരു നെയ്ബറിന്റെ ജീവിതത്തിലോ അല്ലെ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ജീവിതത്തിലെ തലമുറകൾക്കോ അല്ല അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആമേൻ. ദൈവം ഒരു വ്യക്തിക്ക് വളരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ചെറിയ ഒരു 10 മിനിറ്റ്സ് പറഞ്ഞ കഥ എൻ്റെ 23 വർഷത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. 23 വർഷം ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ മാതാപിതാക്കളോ എൻ്റെ സഹോദരിയും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ, ആമേൻ, യേശുപ്പച്ചനെ മാത്രം ആശ്രയിച്ച്, ആമേൻ, സ്തോത്രം. എൻ്റെ പേരൻസ് എന്നെ കൈവിട്ടു അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നേ. എന്നാൽ എനിക്ക് സംസാരിക്കാൻ എൻ്റെ അടുത്ത് അവരില്ലാതിരുന്നപ്പം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എന്നെ ഒരുപാട് വേദനകൾ കൂടെയും കണ്ണുനീരിൻ്റെ രാത്രികളിൽ കൂടെയും, ആമേൻ, ഒരു ടീനേജർ, എൻ്റെ ടീനേജിന്റെ വയസ്സിൽ, എൻ്റെ 20കളുടെ വയസ്സിൽ, ആമേൻ, സ്തോത്രം, ദൈവം എന്നെ കടത്തിവിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എന്നെ ഒരു അതിൽ നിന്ന് എന്നെ ടെസ്റ്റ് ചെയ്ത് പഠിപ്പിച്ച് എന്നെ വെളിയിൽ കൊണ്ടുവന്നു. ഇന്ന് ഞാൻ ഇവിടെ കർത്താവിന്റെ വചനം വിളിച്ച് പറയണമെങ്കിൽ, ആമേൻ, സ്തോത്രം, അതെന്റെ അപ്പച്ചൻ എന്നെ വളർത്തിയത് കൊണ്ട് മാത്രമാണ്. ആമേൻ, സ്തോത്രം. എൻ്റെ അപ്പച്ചൻ അറിയായിരുന്നു ഇന്ന് ഫെബ്രുവരി 18 ഈ 2025 ഷെറിൻ എന്നുള്ള ഒരു വ്യക്തി, ആമേൻ, യഹോവയ്ക്ക് മഹത്വം കൊടുക്കുവാൻ ഈ സൂം ലൈനിൽ കയറുമെന്ന് എൻ്റെ പിതാവ് എൻ്റെ 3 വയസ്സ് തൊട്ടോ അല്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്നെ കുറിച്ച് തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളൊക്കെ ഏത് സിറ്റുവേഷൻസിലാ പോകുന്നേ, അല്ലെ സന്ധ്യയുടെ യാമത്തിൽ ഏത് സിറ്റുവേഷൻസിലാ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ, ഹാലലിയ, നമ്മളെ 1 വർഷമല്ല, 5 വർഷം, 10 വർഷം, 17 വർഷം, ആമേൻ, സ്തോത്രം, ഇതിൽ കൂടെ കടത്തി വിടുമ്പോഴും ഒരു കാര്യം വിശ്വസിച്ച് ഞാൻ വിളിച്ചു പറയുക, ഈ വാക്കുകൾ ഏറ്റെടുത്തോ. ആമേൻ, സ്തോത്രം. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ കുടുംബത്തിനകത്തുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, നിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണോ നീ പ്രാർത്ഥിക്കുന്നത്? ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ച് പറയുക, അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആമേൻ, സ്തോത്രം. ആമേൻ. ദൈവം നിന്നെ കടത്തി വിടുമ്പം നിന്നെ കുറിച്ചുള്ള ഒരു ഡിസൈൻ, ആമേൻ, ദൈവം ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുക. എന്നാൽ അത് എത്തേണ്ട രീതിയിലെത്താൻ കുറച്ചൊക്കെ പ്രയാസങ്ങളിൽ കൂടെ ഞാൻ 23 വർഷം, ആമേൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയെങ്കിൽ, ആമേൻ, ഹാലലൂയ, നിങ്ങളെ കടത്തിവിട്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആമേൻ, സ്തോത്രം. ഞാന് ചെറിയ രീതിയിലൊക്കെ വചനം ഷെയർ ചെയ്യുന്ന പേഴ്സൺ ആണെന്നേ ഉള്ളൂ. ഞാൻ ബൈബിൾ കോളേജിലൊന്നും പോവോ അല്ലെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പ്രൊഫഷണലി ഒരു നഴ്സാണ്. ആമേൻ. എന്നാൽ ചിലപ്പോഴൊക്കെ ദൈവം എന്നോട് സംസാരിക്കുമ്പം ഞാൻ കർത്താവ് ഏൽപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇന്നലെ രാത്രിയിൽ പെട്ടെന്നാണ് എനിക്ക് ആ ഫോൺ വന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, അപ്പാ, ഞാൻ എന്താണ് ഈ രാവിലെ സമയത്ത് ഈ പ്രെയർ ലൈനിൽ വന്നിരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന മക്കളോട് ഞാൻ പറയണ്ടേ എന്ന് പറഞ്ഞപ്പം, ആമേൻ, സ്തോത്രം, മീഖായുടെ പുസ്തകം, ആമേൻ, ഹല്ലേലൂയ, 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെയും 13-ാമത്തെയും വാക്യങ്ങള്, മീഖായുടെ 2-ാം അധ്യായം എൻ്റെ അറ്റൻഷനെ വളരെ പിടിച്ചു പറ്റി. ആമേൻ, സ്തോത്രം. അത് ഞാൻ ഈ ആഴ്ചയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 പോർഷനാ. ആമേൻ. അത് ഞാൻ വായിക്കാം. മീഖായുടെ 2-ാം അധ്യായം 12-ാമത്തെയും 13-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെയും മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുൻപേ പോകും. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും. കർത്താവ് അവരെ നയിക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ.
ഈ ഈ മീഖായുടെ ഇതൊരു ബൈബിൾ സ്റ്റഡി പോലെ പഠിക്കേണ്ട ഒരു ഒരു ബുക്കാണ് മീഖായുടെ പുസ്തകം. ആമേൻ. മീഖ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു പുസ്തകമാണ് ചില കാര്യങ്ങളൊക്കെ. ആമേൻ, സ്തോത്രം. 2-ാം അധ്യായത്തിൽ ചിലവരുടെ തെറ്റുകളെ വിളിച്ചു പറയുകയും അതിൽ നിന്ന് പുറത്തു വരുവാൻ വിളിച്ചു പറയുകയും പറയുന്ന ഒരു അധ്യായമാണ് മീഖായുടെ 2-ാമത്തെ പുസ്തകം. എന്നാൽ 12-ാം അധ്യായം എല്ലാ വാക്യങ്ങളും എൻ്റെ അറ്റൻഷനെ വളരെയധികം ക്യാച്ച് ചെയ്തെങ്കിലും അവസാനത്തെ 2 അധ്യായം, ആമേൻ, ഹല്ലേലൂയ, യഹൂദയെ ഒരു 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 സഫറിങ്ങിൽ നിന്ന് ഒരു സഫറിങ്ങിൽ നിന്ന് കൊണ്ടുവരുന്നതിന്റെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഒരു റിമൈൻഡർ ആയിട്ട് പ്രവാചക ശുശ്രൂഷൻ വിളിച്ചു പറയുക. ആമേൻ. ഇങ്ങനെയാ പറഞ്ഞ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ഇതൊരു പ്രോമിസ് തന്നിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു ബൈബിൾ സ്റ്റഡി എന്ന നിലയിലല്ല, ഇന്ന് പകൽക്കാലം പ്രാക്ടിക്കൽ ലൈഫില് ഈ വിളിച്ചു പറയുന്ന ഈ വചനങ്ങൾ പ്രവാചക ശുശ്രൂഷൻ പറഞ്ഞ, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നും, ആമേൻ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആമേൻ. ആലയിൽ ആട്ടിൻ പറ്റം എന്ന പോലെ, മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ആമേൻ, സ്തോത്രം. ഇതൊരു പ്രോമിസും കൂടെ. ഈ ബുക്ക് പഠിക്കുമ്പോൾ ഇതൊരു പ്രോമിസും കൂടാണ് മീഖ പ്രവാചകൻ പറയുന്നത്. കർത്താവിന്റെ വരവിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ഒരു ഒരു റിഫ്ലക്ഷനും കൂടാണ് ഈ ചാപ്റ്ററിൽ കാണിക്കുന്നത്. ആമേൻ. നമ്മുടെ ഏത് കഷ്ടതയുണ്ടെങ്കിലും ഒരുമിച്ച് അതിൽ നിന്ന് പുറത്ത് നമ്മളെ കൊണ്ടുവന്ന്, ആമേൻ, സ്തോത്രം. ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി പെന്തക്കോസ്തുകാരായ നമ്മൾ കേൾക്കുന്ന, നിന്റെ കഷ്ടതയിൽ നിന്ന് നിന്നെ വിളിച്ചു കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ റിമൈൻഡ് ചെയ്യുക, ഏതൊരു പ്രയാസത്തിലും ഏതൊരു കഷ്ടതയിലും കൂടെ കടന്നു പോകുന്നെങ്കിലും അതിന്റെ മധ്യത്തില് യഥാർത്ഥമായി ദൈവസന്നിധിയിൽ, ഇതാ കർത്താവെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, ആമേൻ, സ്തോത്രം. നീ എന്നെ ഇതിൽ കൂടെ കടത്തിവിടുന്നത് എന്തിനെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ എന്താണ് നീ എന്നെ പഠിപ്പിക്കുവാനുള്ള, ഞാൻ പഠിക്കുവാൻ തയ്യാറാ എന്നുള്ള താഴ്മയുടെ അവസ്ഥ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും, ആമേൻ, ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദൈവമെന്നും ഞാൻ നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമെന്നും വിളിച്ചു പറയുന്ന സർവശക്തനായ അധികാരികളുടെ ദൈവം, ആമേൻ, സ്തോത്രം. അധികാരത്തിന്റെ ദൈവമാണ് അത്. നമ്മളെ ഇന്ന് രാത്രികാലം പകൽക്കാലം എവിടെ നിങ്ങളായിരിക്കുന്നു അവിടെ ഇരുന്ന് ഓർപ്പിക്കുന്നു, ഏതൊരവസ്ഥയിൽ കൂടെ പോയാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണെന്നുള്ള വലിയൊരു റിമൈൻഡർ ആണ് ഈ ഒരു വേഴ്സ്. അതിന്റെ 13-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് ചുമ്മാതെ വെറും വാക്കല്ല പറയുന്നേ, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നേ, മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുൻപേ പോകും. ആമേൻ, ഹല്ലേലൂയ. യാദർശികമായി ഒരുത്തൻ മുമ്പിൽ പോയി യാദർശികമായി നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരുമെന്നല്ല, വിത്ത് പ്രൂഫോടാണ് പറയുന്നേ. ആമേൻ. മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുൻപേ പോകും. എന്റെ മുൻപേ പോകുന്നത്, ആമേൻ, ഹല്ലേലൂയ, എനിക്ക് കേറുവാൻ കഴിയാത്ത മതിലില് പഴുതുണ്ടാക്കി എന്നെ പുറത്ത്, എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, ആമേൻ, ഒരു പഴുതുണ്ടാക്കി എന്നെ അതിന്റെ മധ്യത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആമേൻ. അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. ആമേൻ. എത്ര വർഷമായിട്ടാ പ്രാർത്ഥിക്കുന്നേ ഒരേ വിഷയത്തിന് വേണ്ടിയിട്ട്, ആമേൻ, സ്തോത്രം. എത്ര വർഷമായി നാളുകളായിട്ടാണ് വേദന അനുഭവിക്കുന്നത്, ആമേൻ, സ്തോത്രം. കർത്താവെ, ഞാൻ ചോദിച്ചതുപോലെ എന്നെ ഇതിൽ കൂടി എന്തിനാ കടത്തി വിടുന്നത്, ആമേൻ. എന്നെ ഇതിൽ കൂടി കടത്തി വിടാനായിരുന്നെങ്കിൽ നീ എന്തിനാണ് എന്നെ ജനിപ്പിച്ചത് പോലെന്ന് ഞാൻ ചോദിച്ച അവസ്ഥയില് ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി, ആമേൻ, സ്തോത്രം. എനിക്ക് മുൻപായിട്ട് മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുൻപേ പോകും. ഇന്നീ വചനം ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നിങ്ങളെ ബലപ്പെടുത്താനായിട്ട് ഞാൻ മീഖായുടെ 2-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്കുകൾ അത് നിങ്ങൾ ഇന്ന് വായിക്കണം. ആമേൻ, ഹല്ലേലൂയ. 1, 2 കിടക്കയിൽ വെച്ച് തന്നെ തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം.
കയ്യൊക്കുള്ളതിനാൽ പുലരുമ്പോൾ അവരത് ചെയ്യുന്നു. അവർ വയലുകൾ മോഹിക്കുന്നു, അവർ പിടിച്ചടക്കുന്നു. വീടുകൾ മോഹിക്കുന്നു, അവർ സ്വന്തമാക്കുന്നു. വീട്ടുടമസ്ഥനെയും അവന്റെ കുടുംബത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും അവർ പീഡിപ്പിക്കുന്നു. ആമേൻ. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ഭവനത്തിനെതിരെ ഞാൻ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതിൽ നിന്ന് തല വലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് അനർത്ഥങ്ങളുടെ കാലമാകിയാൽ നിങ്ങൾക്ക് തല ഉയർത്തി നടക്കാനാവുകയില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. ഇതൊരു പ്രവാചകൻ എഴുതിയ പ്രവാചക ശുശ്രൂഷയുടെ ഒരു റിപ്പൻഡൻസിന് വേണ്ടിയിട്ട് മീഖ പ്രവാചകൻ അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തി പറയുകയും, ഹല്ലേലൂയ, അതിൽ നിന്ന് പുറത്തു വരുന്ന കാര്യം, അതിൽ നിന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവനെ അതിൽ നിന്ന് പുറത്ത് പിടിച്ചു വരുത്തുന്ന കാര്യമാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും, ആമേൻ. സ്തോത്രം, മാനുഷികമായ വാക്കുകൾ കൊണ്ടാണോ, അല്ലെ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന പ്രയാസങ്ങളാണോ, അല്ലെങ്കിൽ ആത്മീയമായ നിലയിൽ കർത്താവെ എനിക്ക് എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് നിന്നോട് അടുക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. സ്തോത്രം. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. ഞാൻ പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, എനിക്ക് നിന്നെ കുറിച്ച് മറ്റുള്ളവരോടൊന്ന് പറയണം. അതിനെനിക്കൊരു വഴി തുറന്നു താ. കർത്താവേ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആമേൻ. എന്താണ് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്? എന്തുവാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം? ആമേൻ. സ്തോത്രം. ഒരു കാര്യം ഓർക്കണം, ഇതിന്റെ എല്ലാ മധ്യത്തില് കർത്താവിന്റെ വരവിന് ഇനി അധികം നാളില്ല. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിലെ, ആമേൻ, സുഖിപ്പിക്കുന്ന വാക്കുകളും സുഖിപ്പിക്കുന്ന ശുശ്രൂഷകളും, ആമേൻ, ഹല്ലേലൂയ, നമുക്ക് ചേരാത്ത കാര്യങ്ങളും എന്താണെങ്കിലും നമ്മുടെ അടുക്കലോട്ട് വന്നാൽ അതിനെയെല്ലാം തട്ടി ചപ്പും ചവറുമെന്നെണ്ണി, ആമേൻ. സ്തോത്രം, എനിക്ക് മുൻപായി എന്റെ മതിലിന്റെ മേലെ പഴുതുണ്ടാക്കുവാൻ ഒരുത്തൻ പോകുന്നുണ്ടെന്ന് ഒരു വ്യക്തമായിട്ടുള്ള ബോധം ദൈവജനം എന്ന നിലയിൽ നമുക്കുണ്ടാകണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് നിനക്കെതിരായിട്ട് വന്നാലും, ആമേൻ. സ്തോത്രം. ഹാലേ, ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ശത്രുവിനെ ഇടിച്ച് തകർത്തിന്ന് ഞാൻ ഇപ്പം വെളിയിൽ വരും. അതല്ല ഞാൻ പറയുന്നത്. അത് റൈറ്റ് ഇന്റർപ്രിട്ടേഷനിൽ തന്നെ എടുക്കണം. ആമേൻ. സ്തോത്രം. ചിലവരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് നമ്മളുടെ ആണെങ്കിലും ചില പ്രാർത്ഥനകൾക്ക് ഉടനെ തന്നെ ദൈവം മറുപടി നൽകാറുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ എന്റെ പേഴ്സണൽ ലൈഫില് ഞാൻ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകൾ ഞാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാൽ ആമേൻ, ഒരു ദിവസം യാദൃശികമായിട്ട് പോലും എന്റെ മുന്നിൽ കാണുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ, ഞാൻ ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഇതിനെക്കുറിച്ച് മറന്നുപോയി. എന്നാൽ ഇന്ന് ഈ പ്രവാചക ശുശ്രൂഷൻ വിളിച്ചു പറയുമ്പം അതെല്ലാം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് മുമ്പായിട്ട് ഒരുത്തൻ പോയി ഒരു വഴി തുറന്നിട്ടുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. തകർക്കുവാൻ കഴിയാത്ത മതിലിനെ അതിന്റെ ഇടയിലൂടെ പഴുതുണ്ടാക്കി എനിക്ക് വേണ്ടി വഴിയെ തുറന്ന ഒരു സർവശക്തനായ ഒരു ദൈവം ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങളാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് മടുത്ത വിഷയങ്ങളാണെങ്കിലും, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, എന്റെ ജീവിതത്തിൽ, ആമേൻ, എനിക്ക് വേണ്ടിയിട്ട് ദൈവം ആശ്വാസത്തെ പകർന്നു തന്നെങ്കിൽ, ആമേൻ, ഞാൻ എന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞല്ലോ, എന്നെ കുഞ്ഞിലെ തൊട്ട് എന്റെ എന്റെ യേശുപ്പച്ചനാ എന്നെ പഠിപ്പിച്ചത്, ആമേൻ, നീ എല്ലാ കാര്യവും എന്നോട് ചോദിക്കണം. ആമേൻ. ഇന്നും ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഞാൻ ഏതൊരു വിഷയത്തിൽ എടുത്തു ചാടിയാലും, ആമേൻ, അവിടെ എനിക്ക് ഒരു സക്സസ് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വചനം ഷെയർ ചെയ്യണമെങ്കിൽ പോലും സ്വന്തമായിട്ടുള്ള ബുദ്ധിയിൽ, ആമേൻ, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മെസ്സേജ് പോലും പറയാന്ന് വിചാരിച്ചാലും അത് ലാസ്റ്റ് മിനിറ്റിൽ എന്നെ കൊണ്ടൊന്ന് മാറ്റിച്ചിട്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാത്ത യാതൊരു കാര്യവും എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ തലമുറകളോട് ഞാൻ പറയും, ഹല്ലേലൂയ, യേശുപ്പച്ചന്റെ ഇഷ്ടമല്ലാത്ത യാതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കല്ലേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും. എന്റെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ,
ഞങ്ങളുടെ യാത്രകൾ പോലും ദൈവത്തിന് ഇഷ്ടമല്ലാത്തടുത്ത് ഞങ്ങളുടെ കാർ വിടല് കർത്താവേ. ആമേൻ. സമ്മറിൽ ഞങ്ങൾ എടുക്കുന്ന വെക്കേഷൻസ് പോലും ദൈവത്തിന്റെ ഹിതമല്ലാത്തടുത്ത് ഞങ്ങളെ വിടല്ലേ കർത്താവേ. എന്റെ കുടുംബ പ്രാർത്ഥനയിൽ എനിക്കത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന എന്താന്ന് ചോദിച്ചാൽ എന്റെ 3-ാമത്തെ വയസ്സിൽ ആമേൻ എന്നെ ദൈവം ഒറ്റയ്ക്കാക്കി. ഹല്ലേലൂയ. എന്താന്ന് ചോദിച്ചാൽ ശരണേ, നീ എന്നോടാ സംസാരിക്കണ്ടേ, ഞാനും നീയുമായിട്ടാ കാര്യമുള്ളത്. നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹല്ലേലൂയ കണക്ഷൻസ് കൊണ്ട് നമ്മൾ പലതും ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് വേണ്ടതായ സക്സസ് നമ്മുടെ ഡെയിലി ലൈഫിൽ കിട്ടാതിരിക്കും. ആമേൻ. സ്തോത്രം. എന്നാൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനാ രീതിക്ക് ഒരു മാറ്റം, ഹല്ലേലൂയ, ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് ഒരു മാറ്റം വരുത്തിക്കാട്ട്. ആമേൻ. സ്തോത്രം. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് മാത്രം സംസാരിച്ച് ദൈവഹിതപ്രകാരം മാത്രമുള്ള കാര്യങ്ങളിലേക്ക്, ആമേൻ, ദൈവഹിതപ്രകാരം മാത്രമുള്ള കാര്യങ്ങൾ എന്റെ തലമുറയുടെ വിഷയത്തിൽ എന്റെ അപ്പച്ച, ആമേൻ, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്റെ കുടുംബ ജീവിതത്തിന്റെ വിഷയം ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്റെ സഭാ ശുശ്രൂഷയുടെ കാര്യം ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആമേൻ ഒരു പുറപ്പാടിന്റെ അവസ്ഥ നമുക്കുണ്ടാകും. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. നിനക്ക് മുമ്പായിട്ട് ആമേൻ സ്തോത്രം കർത്താവ് ചെന്ന് ഹല്ലേലൂയ നിനക്ക് തുറക്കേണ്ട വഴികളെ തുറന്നു തന്ന്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് അത്ഭുതങ്ങളുടെ വിഷയം നിനക്ക് വിളിച്ചു പറയുവാൻ പറ്റുന്ന മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കുന്ന അവസ്ഥയെ കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി കാലം ആമേൻ സ്തോത്രം നിങ്ങൾ എവിടെയായിരിക്കുന്നോ ഈ വചനങ്ങൾ കർത്താവ് ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾക്ക് ആശ്വാസത്തിനും ധൈര്യത്തിനുമായി മാറട്ടെ. ആമേൻ. സ്തോത്രം. ഞാൻ 12-ാം അധ്യായം 11-ാം അധ്യായം ഒരിക്കൽ കൂടെ വായിച്ചു. ആമേൻ. എനിക്ക് 10ഉം 11ഉം കൂടെ ഒരു പ്രാവശ്യം വായിക്കണം. പത്താം വാക്യത്തില് മീഖായുടെ 2-ാം പുസ്തകം അതിന്റെ 10-ാം വാക്യവും 11-ാം വാക്യവും, നിങ്ങൾ ഇവിടം വിട്ടു പോകുവേൻ. ആമേൻ. വിശ്രാമയോഗ്യമായ സ്ഥലമല്ല ഇത്. ആമേൻ. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ആമേൻ. നിങ്ങൾ ഇവിടം വിട്ടു പോകണം. ആമേൻ. ദൈവഹിതമല്ലാത്ത ഏതൊരു കാര്യം നടന്നാലും ആമേൻ കർത്താവിനോട് ആലോചന ചോദിക്കുന്നവനെ ദൈവം അവിടെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഏൽപ്പിക്കത്തില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. എന്നിട്ട് ദൈവം പറഞ്ഞത് തൽക്കാലത്തേക്ക് നീ അവിടെ നിന്ന് മാറി നിക്ക. ആമേൻ. സ്തോത്രം. ആമേൻ. കുറച്ച് ദിവസത്തെ വേദനകൾ ഉണ്ടായാലും ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം വിളിച്ചു പറയുക. ആമേൻ. സ്തോത്രം. നിന്റെ സ്റ്റാൻഡേർഡ് ഇച്ചിരി മാറി പോകുമായിരിക്കും. നിന്നെ മറ്റുള്ളവർ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് താഴ്ത്തി കെട്ടി നോക്കുമായിരിക്കും. ആമേൻ. നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്തുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിക്ക്, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് മാറി നിക്ക്, അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് മാറി നിക്ക് എന്ന് ദൈവം പറഞ്ഞാല് അവിടെ നിന്ന് മാറി നിന്നോണം. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ 9 വർഷമായിട്ട് ഒരു ഇവിടുത്തെ അറിയപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോലി ചെയ്യുമായിരുന്നു. ആമേൻ. ഞാനൊരു എമർജൻസി റൂം നേഴ്സ് ആണ്. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ജോലി ചെയ്യാനായിട്ട്. എന്നാൽ ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തോന്നലുകൾ വരും, ഇവിടുന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് മാറിയാലോ. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്, ER-ലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പം ആമേൻ വ്യക്തമായ ഒരു ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു, ജോലി വേറെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കോളാം. ഞാൻ പറഞ്ഞു, യേശുപ്പിച്ചാ നീ എന്തായി പറയുന്നേ? ജോലി വേറെ അപ്ലൈ ചെയ്യണോ? എന്റെ ഫ്രണ്ട്സ് അവിടെ, ഞാൻ 9 വർഷം അവിടെ ജോലി ചെയ്ത് എന്റെ 10ാമത്തെ വർഷമാ. ആമേൻ. എങ്ങോട്ടാ ഞാൻ പോകണ്ടേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനത് അനുസരിച്ചില്ല. ആമേൻ. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ജോലി ചെന്നിരുന്നപ്പോഴത്തേക്കിനും ഭയങ്കര സ്ട്രെസ്. ഇതുപോലൊരു സ്ട്രെസ് എനിക്ക് ജോലിയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു രക്ഷയുമില്ല മുന്നോട്ട് ജോലി ചെയ്യാൻ. അന്നേരം ഞാൻ ദൈവം സംസാരിച്ചത് തന്നെ ഞാൻ ഓർത്തില്ല. ഞാൻ ഓടിച്ചെന്ന ആപ്ലിക്കേഷൻ, ഇതെനിക്ക് എന്തുവാ, ഇത് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിന്റെ ഇവരുടെ തന്നെ വേറെ ക്യാമ്പസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരു ട്രോമ വന്നു. അന്നേരം ഞാൻ അതിന്റെ പിറകെ പോയി. ആമേൻ. പിന്നെ അതിനെ കുറിച്ച് ഞാൻ മറന്നു. ആമേൻ. സ്തോത്രം.
കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ, എനിവേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് തിരിച്ച് ഞാൻ സേവ് ചെയ്ത ആപ്ലിക്കേഷനിൽ പോയപ്പം അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ അവിടെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ ആർക്കാണ്ട് ആ പൊസിഷൻ കിട്ടി പോട്ടെ. ആമേൻ. 10-14 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. നീ അപ്ലൈ ചെയ്തത് ഞങ്ങൾക്ക് കിട്ടി, ആർ യു ഇൻട്രസ്റ്റഡ്, നീ ആ ജോലിക്ക് താല്പര്യപ്പെടുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞാനത് സേവ് ചെയ്തതേ ഉള്ളൂ, ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ബാക്കി ഒരു ഫോമും ഫില്ല് ചെയ്തിട്ടില്ല എന്ന്. അമ്മനു ഐ ഡോണ്ട് നോ നീ എന്താ പറയുന്നതെന്ന്, പക്ഷെ നിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അന്ന് രാത്രി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ആമേൻ, എനിക്ക് എന്തായി നടക്കുന്നത്, ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്ത ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് അവരെന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്, ഇതെന്താണ്? ആമേൻ, സ്തോത്രം. അപ്പോൾ കുറെ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വ്യക്തമായ ആലോചന പറഞ്ഞു. ആമേൻ, ദൈവം തരുന്ന ആലോചനയ്ക്ക് അനുസരിച്ച് മാറണം, ജോലി മാറാൻ സമയമായിന്ന്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് യെസ് പറഞ്ഞു. ആ ജോലിയിലോട്ട് ഞാൻ മാറി. അവിടെ ചെന്ന് മാറി ഞാൻ ന്യൂ എംപ്ലോയുമായി അവിടെ ചെന്നു. ആമേൻ. പക്ഷെ ഞാൻ ജോലി ചെയ്തതിന്റെ അതേ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു ക്യാമ്പസാ. പക്ഷെ മറ്റേ ജോലിയിൽ കിട്ടാത്ത സകല അതിനേക്കാളും അപ്പുറത്തെ മാന്യത കർത്താവ് എനിക്ക് ഓരോ വീക്കിലും ഇവിടെ തരുവാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. ഞാൻ ലോകപരമായ മാന്യതയുടെ കാര്യമാ പറയുന്നത്, എന്നാലും ദൈവത്തിന്റെ ആലോചന എപ്പോഴേലും അറിയിച്ചാൽ അതിന് താമസമോ കർത്താവെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ എന്ന് പറയല്ലേ. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ദിനം പ്രതി കർത്താവിനോട് സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിലും കർത്താവിന്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ ഹൃദയത്തിൽ താല്പര്യവും അതിനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ അവൻ മുൻപേ പോയി. ആമേൻ, ഹല്ലേലൂയ. മതിലുകൾ കൂടെ ആമേൻ പഴുതുണ്ടാക്കി നിനക്കൊരു ഒരു നല്ല സന്തോഷത്തിന്റെ ഒരു റിസൾട്ട് തരാൻ ദൈവം വഴി തുറക്കും. ആമേൻ, സ്തോത്രം. അങ്ങനെ ആമേൻ, ഞാൻ സബ്മിറ്റ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ 3 മാസമായിട്ട് ഇപ്പോൾ പുതിയൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ആമേൻ. അവിടെ എന്നെ ദൈവം ഞാൻ ആലോചിക്കാത്ത രീതിയിൽ എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തന്നുകൊണ്ടേ ഇരിക്കുന്നു. ആമേൻ. സകല മഹത്വം എന്റെ ദൈവത്തിന് മാത്രം കൊടുക്കുക. ആമേൻ. അങ്ങനെ ഒരു പേഴ്സണൽ ലൈഫിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ആമേൻ, ഞാൻ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്ത് ചോദിച്ച എന്റെ കുഞ്ഞിലത്തെ പ്രായത്തിൽ, എന്റെ 4-ാമത്തെ 7-ാമത്തെ 10-ാമത്തെ 13-ാമത്തെ വയസ്സിൽ ഞാൻ ചോദിച്ച അതേ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ശക്തീകരിക്കാൻ ഞാൻ യേശുപ്പിച്ച എന്നെ എന്തിനാ പിന്നെ ജനിപ്പിച്ചത്? അങ്ങനെ ഇങ്ങനെ ഡിഫറൻസ് കാണിക്കാനാണോ? നീ അങ്ങനത്തെ ദൈവമാണോ? ആമേൻ. മക്കള് തമ്മിൽ ഡിഫറൻസ് അല്ല. നിന്റെ ഒരു മോളെ കുറിച്ച് ദൈവം ഒന്ന് ആലോചിക്കുന്നെങ്കിൽ മറ്റൊരു മോളെ കുറിച്ച് വേറെ ഒന്ന്, നിന്റെ ഒരു തലമുറയെ കുറിച്ച് ദൈവം ഒന്ന് ആലോചിക്കുന്നെങ്കിൽ മറ്റൊരു തലമുറയെ കുറിച്ച് വേറെ ഒന്ന് ആലോചിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെക്കാളും മൂത്തവരുണ്ടായിരിക്കും, ഇളയവരുണ്ടായിരിക്കാം. എന്നാൽ ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ആമേൻ, സ്തോത്രം, ദൈവം അത്ഭുതകരമായി പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാ. ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ 11-ാം അധ്യായത്തിൽ വീഞ്ഞിനെയും വീര്യമുള്ള പാനീയങ്ങളെയും കുറിച്ച് ഞാൻ പ്രസംഗിക്കുമെന്ന് ആരെങ്കിലും പൊങ്ങച്ചം പറഞ്ഞാൽ അവനായിരിക്കും ഈ ജനത്തിന് ചേർന്ന പ്രസംഗകൻ. ഇന്നത്തെ കാലത്ത് ഹല്ലേലൂയ നമുക്ക് താല്പര്യമുള്ള പ്രവചനം, നമുക്ക് താല്പര്യമുള്ള ശുശ്രൂഷ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ മാത്രം അട്രാക്റ്റഡ് ആയി ദൈവസഭയ്ക്കുള്ളിലും ആമേൻ ദൈവജനത്തിനുള്ളിലും അങ്ങനെയുള്ളവരെ മാത്രം അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ ദൈവജനമേ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസിയായ അടിയത്തി വിളിച്ചു പറയട്ടെ, നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാല്, നീ അതിൽ നിന്ന് മടങ്ങി വരണമെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാല്, ഹല്ലേലൂയ, അതിനെ ഏറ്റെടുത്ത് കർത്താവേ ഞാൻ എന്റെ ജീവിതത്തിൽ ഏതൊരു ഭാഗത്താണ് മാറ്റം വരുത്തണ്ടേ ആമേൻ എന്നൊരു അനലൈസേഷൻ, ആമേൻ, ഒരു റിഫ്ലക്ഷൻ, ആമേൻ, നിന്നെ കുറിച്ച് തന്നെ
വരുത്തി ദിനം പ്രതി മാറ്റങ്ങളെ വരുത്തി എന്റെ യേശുപ്പച്ചന്റെ ശബ്ദത്തിന് മാത്രം എന്നെ അട്രാക്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ ആമേൻ. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാ 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും. ഇതാ ഞാൻ വിളിച്ചു പറയുന്നു, ഓമേൻ സ്തോത്രം, യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, ഇസ്രായേലിൽ അവശേഷിച്ച എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആമേൻ. ആലയിൽ ആട്ടിൻപറ്റം എന്ന പോലെ, മേച്ചിൽ സ്ഥലത്ത് കാലിക്കൂട്ടം എന്ന പോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ആമേൻ. മുഖരിതരായ സമൂഹമായിരിക്കും അത്. മതിലിൽ പഴുതുണ്ടാക്കുന്നവൻ അവർക്ക് മുൻപേ പോകും, അവർ കവാടം തകർത്ത് പുറത്തു കടക്കും. ആമേൻ. അവരുടെ രാജാവ് അവർക്ക് മുമ്പേ നടക്കും, കർത്താവ് അവരെ നയിക്കും. ഇന്ന് പകൽക്കാലമോ ഇന്ന് രാത്രികാലമോ കർത്താവ് നമ്മളെ നയിക്കാനായിട്ട്, ആമേൻ സ്തോത്രം, കർത്താവ് നമ്മുടെ മുൻപേ പോയി, ആമേൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രമുള്ള കാര്യങ്ങൾക്ക് സ്വീകരിക്കാനും, ദൈവഹിതപ്രകാരം മാത്രമുള്ള കാര്യങ്ങൾ എന്റെ പേഴ്സണൽ ലൈഫിലും, എന്റെ കുടുംബ ജീവിതത്തിലും, എന്റെ ശുശ്രൂഷ മണ്ഡലത്തിലും, എന്റെ ജോലി സ്ഥലത്തും, എന്റെ കുടുംബത്തിനകത്ത് എന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു, എന്റെ ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ സംസാരിക്കുന്ന എന്റെ വാചകങ്ങളും കർത്താവേ നിന്റെ ഹിതപ്രകാരമുള്ളത് മാത്രമായി തീരട്ടെ. ഞാൻ സംസാരിക്കുമ്പം എന്നിലേക്ക് മാത്രമല്ല, എന്നിലുള്ള ക്രിസ്തുവിലേക്കും എന്റെ കുഞ്ഞുങ്ങൾ അടുക്കണം. ആമേൻ. ഞാൻ സംസാരിക്കുമ്പോൾ എന്നിലേക്ക് മാത്രമല്ല, എന്നിലുള്ള ക്രിസ്തുവിലേക്കും എന്റെ ഭാര്യയോ ഭർത്താവോ അടുക്കണം. ആമേൻ. ആ ഒരു തീരുമാനം ഇന്നെടുത്ത്, ആമേൻ സ്തോത്രം, ഈ ദൈവത്തിന്റെ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എല്ലാവരോടും ഞാൻ വളരെ നന്ദി പറയുന്നു. ആമേൻ സ്തോത്രം. എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രേസി മാമൻ, മമ്മി എന്ന് വിളിക്കുന്ന മമ്മിക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഹാലലൂയ. ഇന്ന് വൈകാരായ സമയത്ത്, ഇന്ന് പകൽ സമയം നാട്ടിലായിരിക്കുമ്പോൾ, ഹാലലൂയ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഹാലലൂയ കർത്താവേ, എന്റെ ദൈവം കേൾപ്പിച്ച ശബ്ദത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം സ്തോത്രം. കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നെന്നുള്ള വ്യക്തമായ ബോധം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഹാലലൂയ ഞങ്ങളുടെ പ്രയാസഘട്ടത്തിൽ ഹാലലൂയ ആമേൻ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനോ അല്ലെങ്കിൽ ഹാലലൂയ ദൈവത്തിന്റെ ഒരു എവിഡൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഹാലലൂയ ഞങ്ങൾ കർത്താവെ പലപ്പോഴും ഞങ്ങൾ ജമ്പ് ചെയ്യുന്നവരായിട്ട് ഹാലലൂയ ആയിരിക്കും ചില സമയങ്ങളിൽ ഹാലലൂയ. എന്നാൽ കർത്താവെ, നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ആമേൻ. നീ ഞങ്ങൾക്ക് മുൻപായിട്ട് പോയി വഴിയെ തുറക്കുന്ന ദൈവമെന്ന്. ആമേൻ സ്തോത്രം. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ ഹാലലൂയ വചനത്തിനായിട്ട് സ്തോത്രം. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും അപ്പച്ചന്റെ തിരുപാദങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ ദിവസം അവർക്കത് ബലത്തിന് കാരണമായി തീരട്ടെ. അവരുടെ കാതുകളിൽ ഈ ശബ്ദത്തെ നീ പിന്നെ കേൾപ്പിച്ചാട്ട് കർത്താവെ, അവരുടെ കുടുംബത്തിനുള്ളിൽ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ ഈ ശബ്ദം, നിന്റെ ഇമ്പ ശബ്ദം അവരുടെ കാതുകൾ കേൾപ്പിച്ച് ബലം പകർന്ന് ആശ്വാസത്തെ പകർന്ന് വിടുതലിന് കാരണമായി തീരട്ടെ കർത്താവെ. ഈ പ്രയർ ലൈനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, അനേകർക്ക് അനുഗ്രഹമാക്കി ഈ പ്രയർ ലൈൻ തീർത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. 24/7 എന്റെ അപ്പച്ച നിന്നോട് നിലവിളിക്കുന്ന ജനത്തെ യേശുവിന്റെ നാമത്തിൽ അടിയാട്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് മറുപടി നൽകണേ. ഹല്ലേലൂയ. പ്രാർത്ഥന യാചന കേട്ട് കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.